ഹായ്, ഞാൻ ഡോക്ടർ ഐശ്വര്യ, എംഒ, നാസ് ക്ലിനിക് മുക്കം, കോഴിക്കോട്. ഈ കാലഘട്ടത്തിൽ മക്കൾക്ക് ഡയപ്പേഴ്സ് യൂസ് ചെയ്യാത്ത മാതാപിതാക്കൾ വളരെ കുറവായിരിക്കും. ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴെങ്കിലും നമ്മൾ മക്കൾക്ക് ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ കുട്ടികളുടെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവും ഡെലിക്കേറ്റും ഒക്കെ ആയിരിക്കും. കൂടുതൽ സെൻസിറ്റീവായിട്ടുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ഡയപ്പേഴ്സ് കുറേ നേരം യൂസ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഡയപ്പർ റാഷ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഡയപ്പേഴ്സും സ്കിന്നും തമ്മിൽ കുറേ നേരം കോണ്ടാക്ട് വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ കുട്ടികളുടെ യൂറിനോ ഫീസസോ തമ്മിൽ കുറേ നേരം നിന്നിട്ട് അങ്ങനെ അലർജി വരുന്നതാകാം. അല്ലെങ്കിൽ കാൻഡിഡിയ പോലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടൊക്കെ കുട്ടികൾക്ക് ഡയപ്പർ റാഷ് വരാം. അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഡയപ്പറിലുള്ള മെറ്റീരിയൽ എന്നുള്ള അലർജി, അല്ലെങ്കിൽ സോപ്പ്, ലോഷൻ എന്നൊക്കെയുള്ള അലർജിയോ സെൻസിറ്റിവിറ്റിയോ കൊണ്ട് ഈ ഡയപ്പർ റാഷ് വരാം. അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് കണ്ടിട്ടുണ്ട് അവരുടെ ഫുഡ് പാറ്റേണിൽ എന്തെങ്കിലും പുതിയതായിട്ടൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലും ഈ ഡയപ്പർ റാഷ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഡയപ്പർ റാഷസ് പല കുട്ടികൾക്കും പല രീതിക്കായിരിക്കും കാണിക്കുക. ചിലർക്ക് നല്ല റെഡ്നെസ്, ഇൻഫ്ലമേഷൻ ആയിട്ട് വരാം. ചിലർക്ക് ബ്ലിസ്റ്റേഴ്സ് പോലെ ഫോം ചെയ്യാം, അല്ലെങ്കിൽ തടിപ്പ്, ഇല്ലെങ്കിൽ സ്കിന്ന് കൂടുതൽ സെൻസിറ്റിവിറ്റി ആയിട്ട് വരാം, ഇല്ലെങ്കിൽ പെയിന്, അങ്ങനെയൊക്കെ ആയിട്ടും കുട്ടികൾക്ക് ഇത് അനുഭവപ്പെടാം. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയപ്പർ റാഷ് വരുന്നത് ഒഴിവാക്കാം. ഇപ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു 3-4 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഡയപ്പർ പുതിയത് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് ഒഴിവാക്കാം. കുട്ടികളെ ജെന്റിൽ ക്ലൻസർ വെച്ചിട്ടോ അല്ലെങ്കിൽ മൈൽഡ് സോപ്പ് വെച്ചിട്ട് മാത്രം വാഷ് ചെയ്യുക. കൂടാതെ ഭയങ്കര ടൈറ്റ് അല്ലാത്ത കുറച്ച് ലൂസിൽ നിൽക്കുന്ന ഡയപ്പേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ ആവശ്യമുള്ള ടൈമിൽ മാത്രം ഡയപ്പേഴ്സ് യൂസ് ചെയ്യാനും ശ്രദ്ധിക്കണം. ഡയപ്പർ റാഷ് ഉള്ള കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 3 സിമ്പിൾ മെത്തേഡ്സ് പറയാം. ആദ്യത്തെ ഫസ്റ്റ് ഒന്നാണ് ഓട്സ് മീൽ ബാത്ത്. നമ്മൾ കുട്ടികൾ കുളിക്കുന്നതിൻ്റെ മുന്നേ ഓട്സ് വെള്ളത്തിലിട്ടിട്ട് അത് സോക്ക് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം ആ വെള്ളത്തിൽ കുട്ടികളെ കുളിപ്പിക്കുക. അതുവഴി നമുക്ക് സ്കിന്നിൻ്റെ ഇറിറ്റേഷൻ നന്നായി കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ കുട്ടികളെ കുളിപ്പിക്കുന്നതിൻ്റെ മുന്നേ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് ആ ഭാഗങ്ങളിലൊക്കെ ഒരു 10-15 മിനിറ്റ് മസാജ് ചെയ്ത് ഇടുക. ശേഷം ഒരു മൈൽഡ് ക്ലെൻസർ വെച്ചിട്ട് കഴുകി കളയുക. അല്ലെങ്കിൽ നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള അലോവേര ജെല്ലും ഈ ഭാഗത്ത് അപ്ലൈ ചെയ്താൽ കുട്ടികളുടെ ഈ ഇറിറ്റേഷനും ഇൻഫ്ലമേഷനും ഒക്കെ നമുക്ക് ഒന്നും കൂടി കുറയ്ക്കാൻ ഇതൊക്കെ സഹായിക്കും. സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഹോമിയോപ്പതിയിൽ നമുക്ക് ഡയപ്പർ റാഷിന് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസും ഓയിൽമെന്റ്സും അവൈലബിൾ ആണ്.